ദേശമെങ്ങും സ്നേഹവും ശാന്തിയും കീഴുന്ന നാഥന്റെ നാദം. ലോകമെങ്ങും മാനവരക്ഷയ്ക്ക് മുഴങ്ങിയ കാൽവരിനാദം, കാൽവരിനാദം, കാൽവരിനാദം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയുടെ പാടിസ്തുതിക്കാമെന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹാവന്ദനം. 160 എപ്പിസോഡിലേക്ക് പ്രാർത്ഥനയാൽ ദൈവകൃപയാൽ നമുക്ക് പ്രവേശിപ്പാൻ ദൈവം കൃപ ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് ചെയ്തു തന്ന സകല ഉപകാരങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞ് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാം. ഇന്ന് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവിന്റെ സന്നിധിയിൽ സാക്ഷ്യമായി നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവിന്റെ ദാസൻ ഡോക്ടർ ബ്രദർ ഡാനിയൽ വെങ്കടേഷ് ഡാലസ് അവർ നമ്മോടുകൂടെയുണ്ട്. കർത്താവിന്റെ ദാസിൽ നിന്ന് അനുഗ്രഹീതമായ ജീവിത അനുഭവങ്ങൾ കേട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിന്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഗാനങ്ങൾ ആലപിക്കുന്നത് പ്രിയമകൾ ജാനിസ് ലിസ് റിജോ അവറുകളാണ്. നമ്മുടെ മിനിസ്ട്രിയുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസൻ മാമൻ കുര്യൻ ട്രിവാൻഡ്രം അവരുടെ കൊച്ചുമകളാണ്. പ്രിയ ജാനിസിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയമകളെയും ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാം. ഇന്ന് രാത്രിയിൽ ഈ ടെസ്റ്റ് മണി ഇംഗ്ലീഷിലായതിനാൽ അത് വിവർത്തനം ചെയ്യുന്ന ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിന്നി വി ജോൺ ട്രിവാൻഡ്രം അവരുകളാണ്. പ്രിയ കർത്താവിന്റെ ദാസിനെയും എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ദേശത്തിന്റെ ലോകത്തിന്റെ നാനാസ്ഥലത്തു നിന്ന് ഇന്ന് രാത്രി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ ബ്രദർ മാത്യു ഫിലിപ്പോസ് ഡാലസ് അവറുകൾ പ്രാർത്ഥിച്ച് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. കർത്താവിന്റെ ദാസനെ ഒരു വാക്ക് പ്രാർത്ഥിക്കാനായിട്ട് സ്നേഹത്തോടെ ക്ഷണിക്കും. പിന്നെ ഒരു പ്രാർത്ഥനയോട് അവിടുത്തെ മുഖത്തേക്ക് നോക്കുവാൻ അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്ലാറ്റ്ഫോമിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ഞങ്ങൾക്ക് ഒരു പ്രാവശ്യവും കൂടി അടുത്ത് വന്ന് അവിടുത്തെ അത്ഭുതമാർന്ന ടെസ്റ്റ് മണി കേൾക്കുവാൻ അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായി നിന്നോട് സ്തോത്രം ചെയ്യുന്നു. എത്ര നാൾ ഇങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുമെന്നറിയത്തില്ല. കിട്ടിയ സമയം തക്കത്തിന് ഉപയോഗിപ്പാൻ അവിടെ ഞങ്ങളെ ഓരോരുത്തരും ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക വെങ്കടേശൻ ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. താൻ ചെയ്യുന്ന എല്ലാ സുവിശേഷ പ്രവർത്തനങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ അവിടുത്തെ തൻ്റെ ദാസനെ അവിടുന്ന് തീയിൽ നിന്ന് വലിച്ചെടുത്ത് കർത്താവെ താൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കുടുംബത്തെ മറ്റുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അവിടുന്ന് ഇടയാക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ട്രാൻസ്ലേഷൻ ചെയ്യുന്ന ഫിനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം കൊടുക്കുമാറാണോന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ പാട്ടുപാടുന്ന നമ്മളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അതും ഞങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കാൻ അവിടുന്ന് ഇടയാക്കുമാറാണോന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സന്തോഷിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന കാൽവരിനാഥ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അത് അനേകർക്ക് അനുഗ്രഹമായും അനേകരുടെ ടെസ്റ്റ് മണി ഞങ്ങൾക്ക് കേൾക്കുവാനും കഴിഞ്ഞ നാളുകളിലൊക്കെ ഇടയായി. തുടർന്ന് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ മീറ്റിങ്ങിനെ പൂർവാധികം അവിടുന്ന് അനുഗ്രഹിക്കുമാറാണോ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട സ്തോത്രം സ്വലം ഞങ്ങൾക്ക് വേണ്ടി ജിമ്പത്തെ യേശുനാമത്തെ തായ്മയോട് അപേക്ഷിക്കുന്നു. കേൾക്കണം പ്രിയപിതാവേ. ആമീൻ. നാമത്തിന് മഹത്വം. താങ്ക് യു മാത്യു ഫിലിപ്പോസങ്ങൾ. പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് ആരംഭിപ്പാൻ ദൈവം കൃപ ചെയ്തല്ലോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. 2 ഗാനങ്ങൾ നമുക്ക് കേട്ടുവരാം. പ്രിയമകൾ ജാനിസ് മകളാണ് അത് ആലപിക്കുന്നത്. നമ്മുടെ സഹോദരന്മാർ രചിച്ച 2 ഗാനങ്ങളാണ്. പ്രാരംഭമായ ഗാനം കരുണയിടും സ്വർഗതാത എന്നാരംഭിക്കുന്ന ഒരു ഗാനമാണ്. നമുക്കത് കേട്ട് മടങ്ങി വരാം. ആലപിക്കാനായി പ്രിയമകളെ പ്രാർത്ഥനയോടെ ക്ഷണിക്കും. കരുണ
അഖിലവും സാധ്യമാക്കി നീ നിഖില ഗുണ പരമേശ. അഖിലവും സാധ്യമാക്കി നീ നിഖില ഗുണ പരമേശ. സഖിയാം നീ ഭക്തന്മാർക്കെന്നും സഖിയാം നീ ഭക്തന്മാർക്കെന്നും കരുണയേഴും സ്വർഗതാരാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയേഴും സ്വർഗതാരാ തിരുനാമം സ്തുത്യമെന്നേക്കും. ക്രിസ്തുമഹേശ പാപവിദൂരാ നിസ്തലം നിന്ദയോർത്തുകിൽ. ക്രിസ്തുമഹേശ പാപവിദൂരാ നിസ്തലം നിന്ദയോർത്തുകിൽ. പ്രസ്താവ്യമേ തവ മൃത്യു പ്രസ്താവ്യമേ തവ മൃത്യു. കരുണയേഴും സ്വർഗതാരാ തിരുനാമം സ്തുത്യമെന്നേക്കും. കരുണയേഴും സ്വർഗതാരാ തിരുനാമം സ്തുത്യമെന്നേക്കും. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം നമുക്ക് കേൾക്കുവാനിടയെ ഒരു ഗാനം കൂടെ നമുക്ക് കേൾക്കുവാനുള്ള അവസരമുണ്ട്. ആ ഗാനം ഇങ്ങനെ ആരംഭിക്കുന്നു: അത്യുന്നതനാം എൻ ദൈവമേ. പ്രിയമകളെ ഗാനം ആലപിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ പ്രിയമകളെ ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിക്കും. അത്യുന്നതനാമെൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. അത്യുന്നതനാമെൻ ദൈവമേ, നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. എന്നെ വീണ്ടെടുത്ത നിൻ സ്നേഹത്തെ നന്ദിയോടെ പാടി സ്തുതിച്ചിടും. ശത്രുവാമെന്നെയും നിൻ പുത്രനാക്കി തീർത്തതിൻ സ്നേഹത്തിനായി. പുണ്യനാഥനേ, തൃപാദത്തിൽ വീണു ഞാൻ വണങ്ങിടുന്നേ. ശത്രുവാമെന്നെയും നിൻ പുത്രനാക്കി തീർത്തതിൻ സ്നേഹത്തിനായി. പുണ്യനാഥനേ, തൃപാദത്തിൽ വീണു ഞാൻ വണങ്ങിടുന്നേ. അത്യുന്നതനാമെൻ
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. താങ്ക് യു ജാനിസ് പോൾ. വളരെ അനുഗ്രഹീതമായ 2 ഗാനങ്ങൾ കേൾക്കുവാൻ ഇന്ന് രാത്രി ദൈവം നമുക്ക് കൃപ ചെയ്തു. പ്രേമകളെ ദൈവം അനവധിയായി അനുഗ്രഹിക്കട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ബ്രദർ ഡോക്ടർ ഡാനിയൽ വെങ്കടേഷ് ഇന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഡാളസിലേക്ക് കടന്നു പോകുവാനും തന്റെ ജോലിയോടുകൂടെ കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളിലേക്ക്, ദൈവം നടത്തിയ നന്മകളിലേക്ക്, അനുഗ്രഹീതമായ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു ചെറിയ സന്ദേശത്തിലേക്ക് ഇന്ന് രാത്രി നാം കടന്നു പോവുകയാണ്. വളരെ ദൈവകൃപയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വി ഇൻവൈറ്റ് യു വിത്ത് ഓൾ റെസ്പെക്ട് ആൻഡ് പ്രയർ ഡോക്ടർ ഡാനിയൽ വെങ്കടേഷ് ഫോർ ടു ഷെയർ യുവർ ടെസ്റ്റിമണി ദിസ് ടൈം. അതുപോലെ തന്നെ അത് വിവർത്തനം ചെയ്യുവാൻ, ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ കർത്താവിന്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ഫിന്നി വി ജോണിനെയും ഈ 2 പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. Praise be to the Lord our God. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. And I praise God for this wonderful opportunity to meet his dear children through this Zoom platform. ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ പ്രിയ ദൈവമക്കളെയൊക്കെ കാണുവാനും ഇങ്ങനെ സംസാരിക്കുവാനും അവസരം ലഭിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. May the Lord's name be glorified throughout this ministry. ഈ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. I want to thank our dear brother Santosh and all his all the partners in this ministry. പ്രിയ കർത്തദാസൻ സന്തോഷ് ബ്രദറിനെയും അതുപോലെ തന്നെ ഈ ശുശ്രൂഷയിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. And thank you, dear brother Finney V. John, for agreeing to translate. Thank you. Yes, and I do understand little Malayalam, and my friends used to keep saying like it's a divine language, you must learn. എനിക്ക് ചെറിയ നിലയിൽ മലയാളം അറിയാം. എൻ്റെ സുഹൃത്തുക്കൾ പറയും അത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഷയാണ് എന്ന്. So they used to joke with me, but God's grace that it's a divine opportunity, I believe, to present the divine encounter to all his people. എന്നാൽ ഇന്ന് സന്ധ്യാസമയത്ത് ഇപ്രകാരം ഒരു അവസരം ലഭിച്ചതോർത്ത് എനിക്ക് കർത്താവിനെ കണ്ടുമുട്ടുവാൻ ഉള്ള സാക്ഷ്യം പറയേണ്ടതിനുള്ള അവസരം ലഭിച്ചോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I'd like to present about how did I come to know the Lord Jesus Christ personally as my Savior. ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായിട്ട് എങ്ങനെയാണ് സ്വീകരിച്ചത് എന്നുള്ള സാക്ഷ്യം ആദ്യം പ്രാരംഭത്തിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. And at the end we'll present few thoughts from the Word of God. ഏറ്റവും ഒടുവിലായിട്ട് ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുവാനും ആഗ്രഹിക്കുന്നു. Let's look unto the Lord in prayer, and we'll share the testimony afterwards. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാം. Oh Lord God, thou art in heaven, thank you for this wonderful opportunity, and thank you for bringing all of us together. Lord, we look unto you for your divine guidance, divine help. Speak unto us, because in your word there is life. In your word we have a revival. We have edification, Lord. We look unto you, speak unto us, and grant us the grace to meditate and to magnify your wonderful works in our lives. Lord, prepare our hearts like a good soil, and while your word is being sown, help us to accept and receive it gladly and to grow into your image, Lord. Thank you for this wonderful opportunity, and thank you for dear brother Santosh and all the dear brethren who gathered here, and also thank you, Lord, for your work in using our dear brother Roy John in making this contact, and also praying for our dear brother Finney that you may enable both of us to magnify your name
and to bring glory to your name and to exalt our dear Savior, Lord Jesus Christ, and help the people to understand your majesty and your glory and attract many to your name, Lord. Pray and submit all of ourselves in the matchless name of our Lord Jesus Christ. ആമേൻ. Thank you. Thank you, Papa. My name is Venkateshwarlu Gudepu. എൻ്റെ പേര് വെങ്കടേശ്വരലു ഗുഡേപ്പു എന്നാണ്. Our church people call me Daniel Venkatesh. എന്നാൽ ഞാൻ ഇപ്പോൾ അറിയപ്പെടുന്നത് ഡാനിയൽ വെങ്കടേഷ് എന്നാണ്. There is a good meaning behind my name. എൻ്റെ പേരിന് നല്ല ഒരു അർത്ഥമുണ്ട്. Venkateshwarlu, that's how we pronounce in Telugu. വെങ്കടേശ്വരലു എന്നാണ് തെലുങ്കിൽ അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. Ve means sin. വേൽ എന്ന് പറഞ്ഞാൽ പാപം. Kata means the forgiven. കട എന്ന് പറയുന്നത് പാപത്തെ ക്ഷമിക്കുന്നു. Ishvara means ones who love more than his life. ഈശ്വരലു എന്ന് പറഞ്ഞാൽ One who loves more than his life. തന്റെ ജീവനേക്കാൾ ഉപരി ഈശ്വരനെ സ്നേഹിക്കുന്നവൻ. I'm so sorry, brother, if I'm troubling. So the whole complete meaning is that the one who loves more than his life, even though others trouble or cause some issues to him or her. Pardon, can you repeat? The complete meaning is that the one who loves and accepts others, even the others harm or cause trouble. അതായത് അതിന്റെ വാക്കിന്റെ ആശയം ഇതാണ്. മറ്റുള്ളവർ ഒരു പക്ഷേ എന്നെ ഉപദ്രവിച്ചാലും അതിന് ഉപരിയായിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. My name is conveying very good meaning, but I was not the same person. എന്നാൽ ആ പേര് വളരെ നല്ലതാണെങ്കിലും ഈ നിലയിലായിരുന്നില്ല ഞാൻ ജീവിച്ചത്. That perfect meaning can be found in Christ Jesus alone. Can you repeat? Perfect meaning of that name and the forgiveness we can find only in Christ Jesus. അതിന്റെ സമ്പൂർണമായ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. So I'd like to present how did I come to know the Lord Jesus Christ this evening. ഈ സന്ധ്യാസമയത്ത് എങ്ങനെയാണ് കർത്താവിനെ ഞാൻ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. I was born and raised in a pious Hindu family. വളരെ തീവ്രമായ ഒരു ഭക്തരായി ജീവിച്ച ഒരു ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. I was the second youngest among 14 siblings. 14 സഹോദരന്മാരിൽ 13ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. It's a small village. I'm just kidding. വളരെ ചെറിയൊരു കുടുംബം. But tragically, we lost 8 of the siblings in a short span and lost my father at an early age when I was in 4th grade. എന്നാൽ നിർഭാഗ്യവശാല് ചെറിയ ഒരു കാലയളവിനുള്ളിൽ എൻ്റെ 8 സഹോദരങ്ങളെ എനിക്ക് നഷ്ടമായി എന്ന് മാത്രമല്ല, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പിതാവിനെയും എനിക്ക് നഷ്ടമായി. This forced me to drop from my school. ഈ നഷ്ടം കാരണം എനിക്ക് താൽക്കാലികമായിട്ട് സ്കൂളിൽ നിന്നുള്ള പഠനം നിർത്തേണ്ടതായിട്ട് വന്നു. My mother started doing labor work and also start washing clothes in the house, in all the neighboring houses, just for food. എൻ്റെ അമ്മയ്ക്ക് വളരെ ഭീമമായ ഒരു ഉത്തരവാദിത്വം ചുമലിൽ ഏൽക്കേണ്ടതായിട്ട് വന്നു. പല ഭവനങ്ങളിൽ പോയി വീട്ടുജോലി എടുക്കേണ്ടതായിട്ടൊക്കെ വന്നു, ഭക്ഷണം കഴിക്കേണ്ടതിനായിട്ട്. I could still remember she did a lot of hard work, and I could remember that when we were crying for food, she offered water with salt. ഞാൻ ഇങ്ങനെ ഓർക്കുന്നു, എൻ്റെ ബാല്യകാലം ഞങ്ങള് ഭക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞപ്പോൾ ഉപ്പിട്ട് വെള്ളം തന്നതായിട്ട് ഞാൻ ഓർക്കുന്നു. She did a lot of hard work. എന്നാൽ അതേസമയം അമ്മ വളരെയധികം ഞങ്ങളുടെ കുടുംബത്തെ പോറ്റുവാനായിട്ട് കഷ്ടം സഹിച്ചു. During that time, my teachers voluntarily came forward
and requested my mother to join me in the school. എന്നാൽ അതേസമയം എൻ്റെ സ്കൂളിലെ അധ്യാപകർ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ വീണ്ടും സ്കൂളിൽ ചേർക്കണമെന്ന് എൻ്റെ അമ്മയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. It was a kind of adoption. My teacher adopted me and provided education until the whole primary school. അങ്ങനെ പ്രൈമറി സ്കൂൾ അധ്യാപകർ എന്നെ ദത്തെടുക്കുകയും അവരുടെ സഹായത്താൽ എനിക്ക് പഠനം പുനരാരംഭിക്കുവാനുമായിട്ട് സാധ്യമായി തീർന്നു. But on the other side, because of the attachment with the all the religious stuff in my life, എന്നാൽ അതേസമയം മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഞാൻ വളരെയധികം മുഴുകിക്കൊണ്ടിരുന്നു. I became actively involved in anti-Christian activities. ക്രിസ്തീയ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ട് ഞാൻ പങ്കെടുത്തുകൊണ്ടിരുന്നു. Whenever a Christian preachers or evangelists visit our village, used to attack on them, and also I could still remember burning the Bibles or throwing them away. We did a lot of stuff, and I was one of them. ചില സുവിശേഷകന്മാരൊക്കെ എൻ്റെ ഗ്രാമങ്ങളിലേക്ക് വരുമ്പോൾ ഞാൻ അവർക്കെതിരെ പ്രവർത്തിക്കുകയും ബൈബിൾ കത്തിക്കുകയും ചെയ്ത കാര്യമൊക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു. And I could still remember an activity that I did in my school when I was in സ്കൂളിൽ 7th ഞാൻ grade. ചെയ്ത ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. When I was in 7th standard, ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ my social studies teacher, she offered me a New Testament. എൻ്റെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ എനിക്കൊരു പുതിയ നിയമം എനിക്ക് സമ്മാനമായി തന്നു. And after couple of days, there were some incidents happened. She offered me when I was going for a holidays. ഞാൻ അവധിക്ക് നാട്ടിലേക്ക് പോകുന്ന സമയത്താണ് അധ്യാപകൻ എനിക്ക് പുതിയ നിയമം തന്നത്. And during the holidays, I did not go through that. എന്നാൽ അവധിക്കാലത്ത് ഞാൻ അതൊന്നും വായിക്കുവാനായിട്ട് തയ്യാറായില്ല. But while returning to the school, I started going through that. Then my sister saw that and asked me about what I was reading about. എന്നാൽ സ്കൂളിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് അത് വായിക്കുകയും എൻ്റെ പെങ്ങൾ അത് എന്താണെന്ന് ചോദിക്കുകയും ചെയ്തു. When I mentioned that it's a New Testament and Bible that my teacher offered to me, then she was so furious and she screamed and she yelled at me. എന്നാൽ അതൊരു ബൈബിളാണ് എന്ന് അറിഞ്ഞപ്പോൾ അവള് വളരെയധികം ദേഷ്യപ്പെടുകയും വളരെയധികം ശബ്ദമുയർത്തുകയും ചെയ്തു. Saying that is not our book and that Jesus Christ does not have anything to do with us. We have a religion, we have countless number of gods and goddesses. ഞങ്ങളുടെ മതത്തിൽ അനേക ദേവന്മാരുണ്ട്. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല. നമ്മൾ ആ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു. When I returned to school, I take that New Testament and throw it in front of my teacher. ഞാൻ സ്കൂളിലേക്ക് മടങ്ങി ചെന്നപ്പോൾ ആ പുസ്തകം എൻ്റെ അധ്യാപികയ്ക്ക് നേരെ വലിച്ചെറിയുകയുണ്ടായി. And I accused a lot of things about Christians and especially about the conversion. ക്രിസ്ത്യാനികളെ കുറിച്ച് അനേക കാര്യങ്ങൾ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും അവർ മതപരിവർത്തനം ചെയ്യുകയാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. And afterwards I was expelled from the school. എന്നാൽ അതിനുശേഷം ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. But another teacher kindly offered his support and I joined, I was able to continue until 10th standard in other school. എന്നാൽ മറ്റൊരു സ്കൂളിൽ എനിക്കൊരു അധ്യാപകൻ എന്നെ സഹായിക്കുകയും മറ്റൊരു സ്കൂളിൽ പഠനം പൂർത്തീകരിക്കുവാനായിട്ട് 10ാം ക്ലാസ് പഠനം പൂർത്തീകരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. So after 10th grade, I was able to score a good marks and enter into the university. അങ്ങനെ 10ാം ക്ലാസ് പഠനശേഷം നല്ല
മാർക്കോടെ പാസ്സായി യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി തീർന്നു. And even though I don't know the Lord, He blessed me in my studies, where I stood one of the district level toppers in 10th grade. ഞാൻ ആ സമയത്ത് കർത്താവിനെ അറിഞ്ഞില്ല, അറിയാത്തൊരു ജീവിതമായി നയിച്ചു. എങ്കിലും കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ വളരെ അക്കാദമികമായിട്ട് മികച്ച വിജയം നേടുകയും ജില്ലാ തലത്തിൽ ഞാൻ ഒന്നാമനായി തീരുകയും ചെയ്തു. And I joined Triple IT, which is Triple IT Andhra Pradesh, where 6 years integrated course they offer. അങ്ങനെ 6 വർഷത്തെ ഒരു ഇന്റഗ്രേറ്റഡ് എഞ്ചിനീയറിംഗ് കോഴ്സിനായിട്ട് IIT ഞാൻ ജോയിൻ ചെയ്തു. And at the Triple IT, I was still being a devout Hindu. I was upset when I heard about the gospel work that was ongoing in the campus. എന്നാൽ IITയിൽ പഠിക്കുന്ന സമയത്തും ഞാനൊരു തീവ്ര ഹിന്ദു ഭക്തനായിട്ട് തന്നെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. ആ സമയത്ത് ക്യാമ്പസിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കി. Few of my closest friends who were from a Hindu background, they became Christians, and they started attending the Sunday services and all, which was a big disappointment to me personally during that time. എന്നാൽ തീവ്ര ഹിന്ദു പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ക്രിസ്ത്യാനികളായി മാറുകയും അവർ ക്രിസ്തീയ പ്രവർത്തനങ്ങളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്ന കാര്യം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. I got to know that Stephen, who was my super senior, who came from a Hindu background, he was teaching about the Lord Jesus Christ. എന്നാൽ അവരെയെല്ലാം ക്രിസ്തുവിലേക്ക് നയിച്ചത് എൻ്റെ സീനിയർ സഹപാഠികളിൽ ഒരാളായ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. And I determined to stop him from preaching. അങ്ങനെ ആ സഹോദരനെ അങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത് തടയുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. I plan to complain about him to the vice chancellor so that he will be expelled from the college because of the gospel. വൈസ് ചാൻസലറുമായിട്ട് അത് സംസാരിച്ച് ആ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തിയെ കോളേജിൽ നിന്ന് പുറത്താക്കുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. But I first decided to listen what he has been preaching and confront him directly. എന്നാൽ അതിനു മുമ്പായിട്ട് ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന വ്യക്തി എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയുവാൻ വേണ്ടി അവന്റെ അടുക്കലേക്ക് പോകുവാനും നേരിട്ട് കാണുവാനുമായിട്ട് ഞാൻ തീരുമാനിച്ചു. That Sunday, one of the Sundays I attended, Stephen was teaching from book of Isaiah, chapter 65, verse 2. അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം ഞാൻ അവിടെ സ്റ്റീഫന്റെ അടുക്കൽ ചെല്ലുകയും സ്റ്റീഫൻ യെശയ്യാ പ്രവചനം 65-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമായിരുന്നു അന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. Where it is written, I spread out my hands all the day to a rebellious people who walk in a way that is not good, following their own devices. സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു എന്നതായിരുന്നു അന്നത്തെ സന്ദേശത്തിന്റെ വിഷയം എന്ന് പറയുന്നത്. After the session, I aggressively questioned his preaching. ആ സെഷന് ശേഷം ഞാൻ വളരെ ആക്രമണോത്സുകതയോടുകൂടെ തന്നെ ഈ സ്റ്റീഫനെ ചോദ്യം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. I was screaming, I was yelling at him, but he was so silent. He was not saying anything to me, even though he was my super senior. ഞാൻ വളരെയധികം കോപത്തോടെ ദേഷ്യത്തോടെയാണ് ഈ സ്റ്റീഫനോട് സംസാരിച്ചത്. എന്നാൽ അദ്ദേഹം അതെല്ലാം കേട്ട് വളരെ ശാന്തനായിട്ടാണ് എൻ്റെ മുമ്പിൽ നിന്നത്. And one final question I asked him. അങ്ങനെ ഏറ്റവും ഒടുവിൽ ഒരു പ്രധാന ചോദ്യം ഞാൻ ചോദിക്കാനായിട്ട് ഇടയായി. Stephen, can you please let me know that, like, what is the need for Jesus Christ to me and my nation? എനിക്കും എൻ്റെ രാജ്യത്തിനും കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് എന്ത് ആവശ്യം, എന്ത് പ്രയോജനം എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു.
can you give me one reason that why we need Jesus Christ when we have countless number of gods and goddesses in our land? അനേക ദേവി ദേവന്മാരുള്ള ഈ രാജ്യത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് കൊണ്ട് എന്ത് ആവശ്യമുണ്ട് എന്ന് ഞാൻ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. Then out of surprise he started speaking and he was asking me a question. അങ്ങനെ ആ ചോദ്യത്തിന്റെ മറുപടിയായിട്ട് അദ്ദേഹം അനേക കാര്യങ്ങൾ സംസാരിക്കുകയും പല ചോദ്യങ്ങൾ എന്നോട് ചോദിക്കുകയും ചെയ്തു. He asked me a question. അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്നോട് ചോദിച്ചു. Take a white paper. ഒരു വെള്ള പേപ്പർ എടുക്കുക. On one side write your good deeds. അതിന്റെ ഒരു വശത്ത് നിന്റെ നല്ല പ്രവൃത്തികൾ എന്തൊക്കെയാണ് എന്ന് എഴുതി വയ്ക്കുക. Other side write your bad deeds. അതിന്റെ മറുവശത്ത് നിന്റെ തിന്മ പ്രവൃത്തികൾ എന്താണ് എന്ന് എഴുതുക. If your good deeds at least one greater than bad deeds, you don't need Lord Jesus Christ. അങ്ങനെ ആ ലിസ്റ്റിൽ നിന്റെ നന്മ പ്രവൃത്തികളാണ് അധികമായിട്ട് വരുന്നതെങ്കിൽ നിനക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊണ്ട് ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. I was assuming that I was a very good person. ഞാൻ വളരെ നല്ല ഒരു വ്യക്തിയാണ് എന്നാണ് ഞാൻ അതുവരെ വിശ്വസിച്ചിരുന്നത്. And he was asking me like, will you be able to do it or not? അദ്ദേഹം ചോദിച്ചു, ഇത് നിനക്ക് ചെയ്യുവാനായിട്ട് സാധ്യമാണോ? I told him I can write because I want to prove how good I am. തീർച്ചയായിട്ടും എനിക്ക് എഴുതുവാനായിട്ട് സാധിക്കും. ഞാൻ എത്ര നല്ലവനാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെ ആവശ്യമാണ്. I was in a full thing that like I must prove that how good I am, and I was about to leave. അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ അവിടെ നിന്ന് പോയി. Interestingly, before we parted, വളരെ രസകരമെന്ന് പറയട്ടെ, അതിന് ഞങ്ങൾ അവിടെ നിന്ന് പിരിയുന്നതിന് മുമ്പ് Stephen asked me to define what is sin. പാപം എന്താണ് എന്ന് നിർവചിക്കുവാനായിട്ട് സ്റ്റീഫൻ എന്നോട് ആവശ്യപ്പെട്ടു. You are going to write about the bad deeds, right? Bad deeds is also called sin. Like, can you define what is sin? ഏതായാലും തിന്മ പ്രവൃത്തികളെ കുറിച്ചാണല്ലോ നീ എഴുതുവാൻ പോകുന്നത്. അപ്പോൾ തിന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പാപം എന്നതാണ്. അപ്പോൾ പാപത്തെ നീ നിർവചിക്കണം എന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. I had no answer. എന്നാൽ എനിക്ക് അതിന് ഉത്തരമില്ലാതെയായി. I was telling him sin means sin. ഞാൻ പറഞ്ഞു പാപം എന്നാൽ പാപം തന്നെയാണ്. And he started explaining me. അങ്ങനെ പാപത്തെക്കുറിച്ച് അദ്ദേഹം എന്നോട് വിശദീകരിച്ചു. Venkatesh, sin means anything that is against to the moral standards of God. വെങ്കടേഷ്, പാപം എന്നാൽ ദൈവത്തിന്റെ ധാർമ്മിക നിലവാരങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ്. That may be a thought, that may be a deed, anything against to his moral standards. അതായത് ദൈവത്തിന്റെ ധാർമ്മിക നിലവാരങ്ങൾക്ക് വിരുദ്ധമായ ചിന്തകൾ ആയിക്കോട്ടെ, പ്രവർത്തികൾ ആയിക്കോട്ടെ, അതെല്ലാം പാപമാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചു. Yes, he used examples from the teachings of the Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ സഹിതം അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. Like hatred being equivalent to murder. അതായത് വിദ്വേഷം കൊലപാതകത്തിന് തുല്യമാണ് എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. Lust equating to adultery. മോഹം വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് അദ്ദേഹം എന്നെ പഠിപ്പിച്ചു. I was shattered. ഇത് എനിക്ക് ഈ ആശയങ്ങൾ തികച്ചും പുതിയതായിരുന്നു. ഞാൻ സ്തംഭിച്ചു പോയി. It challenged me and about on my assumptions about morality. ധാർമ്മികതയെ കുറിച്ചുള്ള എന്റെ ഊഹാപോഹങ്ങൾ എന്താണ് എന്ന് പറയുവാനായിട്ട് അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു. But after I left that place, അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് നിന്ന് പിരിഞ്ഞുപോയി. I started writing my good deeds and bad deeds in a paper, white paper. എന്റെ നന്മ തിന്മകളെ കുറിച്ച് ഒരു വെള്ള പേപ്പറിൽ എഴുതുവാനായിട്ട് ഞാൻ ആരംഭിച്ചു. Then I was writing like after my
college, from like evening time, I used to write, and before going to bed, I read once again and go to bed. അങ്ങനെ കോളേജ് പഠനത്തിന് ശേഷം ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ എഴുതുകയും അത് വായിച്ചു നോക്കുകയും ചെയ്യുമായിരുന്നു. And there was a guilt I observed, and also my whole conscience was filled with something I could say, like I could identify that something is wrong with myself. എന്നാൽ അങ്ങനെ എഴുതുവാനായിട്ട് ആരംഭിച്ചപ്പോൾ വലിയ കുറ്റബോധം എൻ്റെ മനസ്സിനെ കീഴടക്കുവാനായിട്ട് തുടങ്ങി. Guilt overwhelmed me. എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള വലിയ കുറ്റബോധം. I realized the depth of my sinful nature. എൻ്റെ പാപ സ്വഭാവത്തിന്റെ ആഴം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കി. My thoughts and actions were completely wrong compared to the standards of God. എൻ്റെ ചിന്തകളും പ്രവൃത്തികളും ദൈവത്തിന്റെ ധാർമ്മിക മൂല്യങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ് എന്ന് എനിക്ക് മനസ്സിലായി. The Holy Spirit convicted me that like I missed the mark. Pardon? The Lord convicted me that I missed the divine standard. ദൈവത്തിന്റെ ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചു പോയെന്ന പരിശുദ്ധാത്മാവ് എന്നെ ബോധ്യപ്പെടുത്തി. And within days, like I realized that I was a wretched sinner. അങ്ങനെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ ഒരു കൊടും പാപിയാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. I could still remember my own conscience telling me, Venkatesh, you are worse than an animal. എൻ്റെ സ്വന്തം മനസാക്ഷി തന്നെ എനിക്ക് എതിരാകുവാനായിട്ട് തുടങ്ങി. വെങ്കടേഷ്, നീ ഒരു മൃഗത്തെക്കാളും അധപ്പതിച്ച നിലയിലാണ് ജീവിക്കുന്നത് എന്ന് എൻ്റെ മനസാക്ഷി എന്നെ ഓർമ്മപ്പെടുത്തി. I was even unworthy in my own eyes. എൻ്റെ കണ്ണിൽ തന്നെ ഞാൻ യോഗ്യനല്ല എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായി. I realized that my religion did not bring the truth about myself. ഞാൻ ഇത്രയും നാളും വിശ്വസിച്ച ഈ മതം എന്നിലുള്ള പാപത്തെക്കുറിച്ചോ എൻ്റെ സ്വഭാവത്തെക്കുറിച്ചോ ഒന്നും അത് പുറത്തു കൊണ്ടുവന്നില്ല എന്ന് മനസ്സിലായി. So after that, next following Sunday, I returned to Stephen. അങ്ങനെ അതിനുശേഷം അടുത്ത ഞായറാഴ്ച ഞാൻ സ്റ്റീഫന്റെ അടുക്കിലേക്ക് മടങ്ങിയെത്തി. I told him that I did work on the exercise that he asked me. താങ്കൾ പറഞ്ഞ ഒരു എക്സസൈസ് ഞാൻ പൂർത്തീകരിച്ചു എന്ന് ഞാൻ പറഞ്ഞു. And he asked me that. എന്നാൽ അദ്ദേഹം അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നോട് ചോദിച്ചു. He asked me to share my list with the person who loved me the most, and ask them like, would you love me after knowing what I have? ഞാൻ ഇത്രയുമൊക്കെ എന്നെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞിട്ടും എന്നെ ആർക്കെങ്കിലും സ്നേഹിക്കുവാൻ കഴിയുമോ എന്ന് ചോദിക്കുവാനായിട്ട് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. And he asked me that question, saying like, if you are assuming that your parents are someone whom they are loving you the most, and do you think they will accept as you are after knowing who you are? ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം ആ നിലയിൽ തന്നെ നിന്നെ പ്രത്യേകിച്ച് നിന്റെ മാതാപിതാക്കൾ നിന്നെ സ്നേഹിക്കുമോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. And I remember one of the things even today. അപ്പോൾ മറ്റൊരു ഓർമ്മ എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. My mother, in despair of my behavior, fed up with my behavior, once begged me to end my life. എൻ്റെ പെരുമാറ്റത്തിൽ നിരാശപ്പെട്ട് ഒരിക്കൽ എൻ്റെ അമ്മ തന്നെ എന്നോട് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് പറഞ്ഞ കാര്യം. That brought tears. അത് വളരെ എന്നെ വളരെ കണ്ണുനീരിൽ ആഴ്ത്തി. I told Stephen that, Stephen,
If there is someone who can love us most after God, that would be parents. And I am unworthy of my mother's love. ഞാൻ സ്റ്റീഫനോട് പറഞ്ഞു, എൻ്റെ അമ്മ പോലും എന്നെ ഈ ദൈവം സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കില്ല എന്ന് പറഞ്ഞു. And then Stephen explained me അപ്പോൾ സ്റ്റീഫൻ കാര്യങ്ങളെ വിശദീകരിക്കുവാനായിട്ട് ആരംഭിച്ചു. how Christ Jesus is ready to accept me as I am, even I am not ready to accept myself. ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു എന്നെ അംഗീകരിക്കുന്നു എന്ന് സ്റ്റീഫൻ എന്നോട് പറഞ്ഞു. He read through Isaiah 65 verse 2, I spread out my hands all the day to your rebellious people who walk in a way that is not good, following their own devices. നേരത്തെ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച ആ വേദഭാഗം, യെശയ്യാ പ്രവചനം 65-ന്റെ 2-ാം വാക്യം, സ്വന്തം വിചാരങ്ങളെ അനുസരിച്ച് ആകാത്ത വഴിയിൽ നടക്കുന്ന മത്സരമുള്ള ജനത്തിങ്കിലേക്ക് ഞാൻ ഇടപെടാതെ കൈനീട്ടുന്നു എന്ന വാക്യം അദ്ദേഹം വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചു. He stretched out his hands all the day. എന്റെ നേരെ ദൈവം ഇടപെടാതെ കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം. To the one who is rebelling against him. ദൈവത്തോട് മത്സരിക്കുന്ന എന്നോട് ദൈവം വീണ്ടും വീണ്ടും കൈനീട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന വലിയ ആത്മീയ സത്യം. Not to crush them, but to give a new life. എന്നെ നശിപ്പിക്കാനല്ല, മറിച്ച് എനിക്ക് പുതിയ ഒരു ജീവിതം നൽകുക. And to the people who are not walking in a good way. അങ്ങനെ നേരായ മാർഗത്തിൽ നടക്കാത്ത ഒരു ജനത്തിന് നേരെ യഹോവ കൈനീട്ടുകയാണ്. And he mentioned that Christ is ready to accept as you are. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ അംഗീകരിക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു തയ്യാറാണ് എന്ന് സ്റ്റീഫൻ എന്നോട് പറഞ്ഞു. And then he was telling, like, you know who has stretched out his arms towards you and what is the cost he paid to reconcile you with God. അങ്ങനെ കർത്താവായ യേശുക്രിസ്തു എൻ്റെ പാപത്തിന് വേണ്ടി എന്തെല്ലാം സഹിച്ചു എന്നും ആ ദൈവത്തോടുള്ള ആ സമാധാനം പുനഃസ്ഥാപിക്കുവാനായിട്ട് എന്തെല്ലാം ചെയ്തു എന്നും അദ്ദേഹം എന്നെ ഓർപ്പിച്ചു. He turned to Isaiah chapter 50 verse 6. യെശയ്യാ പ്രവചനം 50-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് അദ്ദേഹം എൻ്റെ ശ്രദ്ധയെ തിരിച്ചു. I gave my back to those who strike and my cheeks to those who pull out the bird. I hid not my face from disgrace and spitting. അടിക്കുന്നവർക്ക് ഞാൻ എൻ്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എൻ്റെ കവിളും കാണിച്ചു കൊടുത്തു. എൻ്റെ മുഖം നിന്ദയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല. That was my shame. അത് എൻ്റെ കാര്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി. That was my guilt. എൻ്റെ പാപത്തിന് വേണ്ടിയാണ് കർത്താവ് ഈ കാര്യങ്ങളൊക്കെ If അനുഭവിച്ചത്. the people get to know that who I am really, they will surely strike on my back or my cheeks and pull out the bird and spit. That is what I was. ഞാൻ ആരാണ് എന്ന് യഥാർത്ഥത്തിൽ ആളുകൾ മനസ്സിലാക്കുക ആണെങ്കിൽ വാസ്തവത്തിൽ എൻ്റെ മുതുകത്താണ് അടി കിട്ടേണ്ടിയിരുന്നത്. എൻ്റെ രോമമാണ് ആളുകൾ പറിച്ചെടുക്കുന്നത്. എൻ്റെ കവിളാണ് നിന്ദയ്ക്കും തുപ്പലിനും അത് നിന്നയും തുപ്പലും സഹിക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. But all that Christ bore in place of me, he substituted and voluntarily bore all the punishment, shame, guilt that I need to. എന്നാൽ എൻ്റെ പകരക്കാരനായി നിന്നുകൊണ്ട് ഞാൻ ഏൽക്കേണ്ടിയിരുന്ന എല്ലാ ശിക്ഷകളും അവൻ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ഒരു യാഗമായി തീർന്ന കാര്യം ഞാൻ മനസ്സിലാക്കി. I failed to meet the divine standards. ദൈവത്തിന്റെ പരമോന്നതമായ മൂല്യങ്ങൾക്ക് ഒത്തവണ്ണം ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. But Christ, who is a perfect fulfillment of every standard that is from God, bore all the shame for me. എന്നാൽ സകല ധാർമ്മിക മൂല്യങ്ങളും അതുപോലെ പാലിച്ച കർത്താവായ യേശു ക്രിസ്തു
എനിക്ക് പകരക്കാരനായിട്ട് എൻ്റെ ശിക്ഷ ഏറ്റെടുത്തു. Stephen emphasized how Jesus bore shame, mockery, and crucifixion, which is the most shameful, painful, and humiliating death out of love for me. എന്നെ സ്നേഹിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഏറ്റവും വേദനാജനകവും അതുപോലെ അപമാനകരവുമായ മരണം ഏതൊക്കെ നിലയിൽ സഹിച്ചു എന്ന് സ്റ്റീഫൻ എന്നോട് ഊന്നിപ്പറയുകയുണ്ടായി. The first question that I asked Stephen after hearing all the stuff, all the teaching, ആ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞാൻ സ്റ്റീഫനോട് ഇപ്രകാരം ചോദിച്ചു, Stephen, does Jesus know me really? സ്റ്റീഫൻ, ദൈവത്തിന് അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന് എന്നെ ശരിക്കും അറിയാമോ? I hate him the most. ഞാൻ ആ കർത്താവിനെ വളരെയധികം ഞാൻ വെറുക്കുന്നു. I persecuted his people. അവന്റെ ജനങ്ങളെ ഞാൻ ഉപദ്രവിച്ചു. I tear his book. അവന്റെ പുസ്തകം ഞാൻ കീറിക്കളഞ്ഞു. How can he love me more than myself? അങ്ങനെ ഒരു വ്യക്തിയെ എങ്ങനെയാണ് കർത്താവിനെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നത്? How it is possible that even I am not ready to accept myself, but how can he accept me as I am? ഇതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? ഞാൻ തന്നെ എൻ്റെ കണ്ണിൽ ഇപ്പോൾ അയോഗ്യനായി തീർന്നിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് എന്നെ സ്നേഹിക്കുന്നത്? The first time I was exposed to the magnitude of his love. ആദ്യമായിട്ട് ആ ദൈവിക ആ സ്നേഹത്തിന്റെ ആ വലിപ്പം എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. And Stephen asked me that, do you want to accept Christ as your personal savior? അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നീ തയ്യാറാണോ എന്ന് സ്റ്റീഫൻ എന്നോട് ചോദിച്ചു. I told Stephen that I need some time. എനിക്ക് അല്പം സമയം വേണം എന്ന് ഞാൻ സ്റ്റീഫനോട് ആവശ്യപ്പെട്ടു. And he offered me Gospel of John to read through. അപ്പോൾ അദ്ദേഹം യോഹന്നാന്റെ സുവിശേഷം വായിക്കുവാനായിട്ട് എന്നെ പ്രേരിപ്പിച്ചു. By the weekend, I realized that I need Christ. Otherwise, I am of nothing. അങ്ങനെ ആ ആഴ്ചയുടെ ഒടുവിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എനിക്ക് ഏറ്റവും അധികം ആവശ്യമാണ് എന്ന ബോധ്യം ഉണ്ടായി തുടങ്ങി. I don't know whether it is called a prayer or simple words, but I told these exact words on a Saturday night. അത് പ്രാർത്ഥനയാണോ ചില വാചകങ്ങളാണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതായിട്ട് കൃത്യമായി ഞാൻ ഓർക്കുന്നു. This is what I told to the Lord. If at all I want to die, it is worth to die for the Lord Jesus Christ, because he alone died for me. ഇങ്ങനെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, ഞാൻ എപ്പോഴെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അങ്ങ് ആദ്യമായി എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. But all I want to die, it is worth to die for Christ. അങ്ങനെ മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി മരിക്കണം എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞു. Because he accepted me as I am. കാരണം എന്നെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് സ്വീകരിച്ചു. So this is how I came to know the Lord. ഇങ്ങനെയാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നത്. But after this, when I returned home, my family got to know that, and they excommunicated for almost 4 to 5 years. There was no communication, no support in any means from my family, because they were afraid of the village elders and all. എന്നാൽ ഞാൻ ഈ കാര്യങ്ങൾക്കൊക്കെ ശേഷം വീട്ടിലേക്ക് തിരികെ മടങ്ങി എത്തിയപ്പോൾ എൻ്റെ ഭവനക്കാർ എന്നെ ഭവനത്തിൽ നിന്ന് പുറത്താക്കുകയും എന്നോടുള്ള എല്ലാ ബന്ധങ്ങളും അവർ മുറിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തു. But after, like during that time, my heart was burdened for the youngsters around me and in the college. So we started sharing the gospel with them.
എന്നാൽ ഈ 4-5 വർഷങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ട ആ വേളയിൽ കോളേജിലുള്ള ആ ക്രിസ്തീയ പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. The Lord has blessed our efforts in the campus. കർത്താവ് ഞങ്ങളുടെ ശ്രമങ്ങളെ വളരെയധികം അനുഗ്രഹിച്ചു. He brought more than 300 students to his kingdom. 300 പരം വിദ്യാർത്ഥികളെ കർത്താവിന്റെ ആ രാജ്യത്തിലേക്ക് നയിക്കുവാനായിട്ട് കർത്താവ് ഇടയാക്കി തീർത്തു. In 2014, I publicly professed my faith through water baptism. 2014 സ്നാനം ഏൽക്കുന്നതിലൂടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉള്ള പരസ്യമായ എൻ്റെ വിശ്വാസം ഞാൻ ഏറ്റുപറഞ്ഞു. During the final year of my BTech engineering, my heart was burdened for the unreached parts of India. അങ്ങനെ എഞ്ചിനീയറിംഗ് ഫൈനൽ ഇയർ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ സുവിശേഷം ഇതുവരെ എത്താത്ത സ്ഥലങ്ങളിലേക്ക് കുറിച്ചുള്ള ഭാരം എൻ്റെ ഹൃദയത്തിൽ വന്നു. The Lord has guided me to Uttarakhand to pursue masters and also to be part of his work in Srinagar Garhwal. അങ്ങനെ ഉത്തരാഖണ്ഡിൽ എൻ്റെ മാസ്റ്റേഴ്സ് ചെയ്യുവാനായിട്ട് ദൈവം എന്നെ അയച്ചു. അവിടെ അനേക കാര്യങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി തീർത്തു. I did my MTech specialization in artificial intelligence and served among the Garhwali tribes. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ MTech പഠനം തുടരുവാനും അതേസമയം ഉത്തരാഖണ്ഡിലെ ഗർവാലി ജനതകളുടെ മധ്യേ പ്രവർത്തിക്കുവാനുമായിട്ട് ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു. The Lord graciously blessed the work and we found an assembly there and handed it over to the localites and returned in 2021 to southern part of India. 2021 അവിടെ ഒരു സഭാകുടിവരവ് സ്ഥാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. After completing my MTech, the Lord opened doors for me to pursue a PhD at IIT Karnataka. MTech പൂർത്തിയാക്കിയതിനു ശേഷം IIT കർണാടകയിൽ എൻ്റെ PhD ചെയ്യുവാനായിട്ട് ഉള്ള വാതിലുകൾ കർത്താവ് എനിക്ക് തുറന്നു തന്നു. The place where I pursued my PhD was the birthplace of many anti-Christian activities. വളരെ ക്രിസ്തീയ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളുകളുള്ള ഒരു മേഖലയായിരുന്നു അത്. But the Lord has granted the grace to work among the students and start a fellowship and also serve the Kannada assemblies through the word ministry. എന്നാൽ ദൈവം വളരെ അവിടെയും എന്നോട് കരുണ കാണിച്ചു. ആ പ്രദേശത്തൊരു കൂട്ടായ്മ രൂപീകരിക്കുവാനും അവിടെയുള്ള ആളുകളോട് ദൈവവചനം സംസാരിക്കുവാനുമായിട്ട് എനിക്ക് ഇടയായി തീർന്നു. And by his grace I completed my PhD in 2.5 years. ദൈവകൃപയാൽ 2.5 വർഷത്തിനുള്ളിൽ തന്നെ എൻ്റെ PhD പൂർത്തീകരിക്കുവാനായിട്ട് എനിക്ക് ഇടയായി തീർന്നു. I am telling this for the glory of God, not for any self or any boast. ദൈവനാമ മഹത്വത്തിനായിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. It is one of the youngest PhDs in India. എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ PhD ബിരുദധാരികളിൽ ഒരാളായിരുന്നു ഞാൻ. And the first PhD from the Department of Computer Science in IIT Karnataka. മാത്രമല്ല IIT കർണാടകയിൽ നിന്നുള്ള ആ വിഷയത്തിലുള്ള ആദ്യത്തെ PhD ബിരുദധാരിയുമായി ആകുവാനായിട്ട് എനിക്ക് സാധിച്ചു. May the Lord's name be glorified in all these achievements because he strengthened and he guided. എല്ലാം കർത്താവിന്റെ കൃപയാലാണ് ഇതെല്ലാം സാധിച്ചതുകൊണ്ട് ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. In 2017 my family invited me back home on the condition that I would not share the gospel. എന്നാൽ 2017 എൻ്റെ കുടുംബം എന്നെ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തിരികെ ക്ഷണിച്ചു. എന്നാൽ ആ സമയത്ത് ഞാൻ സുവിശേഷം പങ്കുവെക്കില്ല എന്ന വ്യവസ്ഥയോടു കൂടെയാണ് അവരെന്നെ തിരിച്ച് ക്ഷണിച്ചത്. I could still remember my mother was holding my feet and crying to me saying like,
do not follow the Lord. എൻ്റെ അമ്മ എൻ്റെ കാല് പിടിച്ച് കരയുന്ന ആ കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരിക്കലും കർത്താവിനെ അനുഗമിക്കരുത് എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ കരയുമായിരുന്നു. There was a decision made in public that like I am not at all a family member and I do not have any right over the property or anything. In 2017 it was happened. I think 11 it was happened. Pardon? I think we'll go further. No problem. There was a decision made in the family that like I do not have any right over the property also. എൻ്റെ കുടുംബ സമ്പാദ്യങ്ങളിൽ എനിക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന ഒരു തീരുമാനം എൻ്റെ കുടുംബം എടുക്കുകയുണ്ടായി. But what a gracious Lord we have in our lives. In December 2024, my family came to know the Lord personally. എന്നാൽ ദൈവ കൃപയാൽ 2024 എൻ്റെ കുടുംബം മുഴുവനായിട്ട് കർത്താവിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And the Lord has been gracious in all the ways. ആ കാര്യങ്ങളെല്ലാം ദൈവം വളരെയധികം എന്നോട് കരുണ കാണിച്ചു. After my PhD, I had the opportunity to be invited by University of Texas at Dallas to serve as a faculty here. എൻ്റെ PhD പഠനത്തിന് ശേഷം ഡാലസിലെ ടെക്സസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫാക്കൽറ്റി ആയിട്ട് ജോലി ചെയ്യുവാനായിട്ട് അവരെന്നെ ക്ഷണിച്ചു. The Lord is good. ദൈവം നല്ലവനാണ്. So I would like to praise the Lord and remind His good works in all our lives. ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനായിട്ട് ഈ അവസരം എടുക്കുകയാണ്. He granted the salvation. എനിക്ക് അത് ആ കർത്താവ് രക്ഷ നൽകി. He changed my life. എൻ്റെ ജീവിതത്തെ സമ്പൂർണമായി രൂപാന്തരപ്പെടുത്തി. Granted the right, granted the grace to be His children. ദൈവ മകനാകുവാനുള്ള വലിയൊരു അധികാരം എനിക്ക് തന്നു. And with me in all the phases of the life. എൻ്റെ എല്ലാ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും കർത്താവ് കൂടെയിരുന്നു. And I was praying about the Bible translation since 2018. 2018 മുതൽ ഒരു ബൈബിൾ തർജ്ജിമയെ കുറിച്ചുള്ള കാര്യം ഞാൻ പ്രാർത്ഥനയിൽ ഓർക്കുകയായിരുന്നു. Because there were only 17% of the languages in the world that had all 66 books translated. ലോകത്തുള്ള ഭാഷകളിൽ 70% മാത്രം ഭാഷകളിലേക്കാണ് ബൈബിൾ പൂർണ്ണമായി 66 പുസ്തകങ്ങൾ പൂർണ്ണമായി തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ളത്. Which means 83% of the languages does not have scriptures. Does not have a Bible in their language. 83% of the languages worldwide. 83% വരുന്ന ഭാഷകളിൽ ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു. That has burdened my heart, and God's grace, I am having the opportunity to enroll for a MA in Bible translation at Dallas Theological Seminary this year. ഡാലസ് തിയോളജിക്കൽ സെമിനാരിയിൽ ബൈബിൾ ട്രാൻസ്ലേഷനോടുള്ള ബന്ധത്തിൽ ഒരു വിഷയം പഠിക്കുവാനും എനിക്ക് അവസരം ദൈവം നൽകി. God is good and He granted the opportunities. ദൈവം നല്ലവനാണ്, അദ്ദേഹം എനിക്ക് അവസരങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. Before I move forward to present few thoughts from the Word of God, ദൈവവചനത്തിൽ നിന്ന് ചില ആലോചനകൾ പറയുന്നതിന് മുമ്പായിട്ട് I want to encourage dear youngsters and those who did not come to know the Lord Jesus Christ personally. കർത്താവായ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാത്ത പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടായിട്ട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. My dear friend, Christ has stretched out His arms towards you. പ്രിയമുള്ളവരെ, ദൈവം തന്റെ കരങ്ങളെ നിങ്ങളുടെ മുമ്പാകെ നീട്ടിയിരിക്കുകയാണ്. He paid the price. അവൻ സകല
കാര്യങ്ങളും അവൻ കൊടുത്തു തീർത്തു കഴിഞ്ഞു. He is sinless, perfect, but voluntarily died upon the cross for you and me, so that we may be redeemed and reconciled with God. പാപരഹിതനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ എല്ലാവരുടെയും പാപം ഏറ്റുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിക്കുകയും അങ്ങനെ അങ്ങനെ കർത്താവിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവനെ അവന് നൽകുകയും ചെയ്തിരിക്കുകയാണ്. He stretched out his arms towards you. നിങ്ങളുടെ മുമ്പാകെ അവൻ കരങ്ങളെ നീട്ടിയിരിക്കുകയാണ്. And to accept as you are. നിങ്ങളെ നിങ്ങളായി തന്നെ അംഗീകരിക്കുവാൻ വേണ്ടി. I just want to give an example. ഒരു ഉദാഹരണം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. If we are traveling in a bus and sitting beside someone and I told him like, you know, I am a thief. Pardon? We are traveling in a bus and sitting beside someone and told him or her that I am a thief. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളിനെ നോക്കി ഞാനൊരു കള്ളനാണ് എന്ന് പറയുകയാണെങ്കിൽ what do you think? They will say, yes, very good job. വളരെ നല്ലത് എന്ന് അദ്ദേഹം പറയും എന്നാണോ നിങ്ങൾ കരുതുന്നത്? Or they would say, okay, you are thief, fine. നീ ഒരു നല്ല കള്ളനാണ്, ഓക്കെ, ഞാനത് അംഗീകരിക്കുന്നു എന്ന് പറയുമോ? But you see them panicking. അതല്ല സംഭവിക്കുന്നത്. ഞാൻ കള്ളനാണ് എന്ന് പറയുമ്പോഴേ അവർ അസ്വസ്ഥരാകുവാനായിട്ട് തുടങ്ങും. They might scream, they might do any abnormal thing. അവരെ നിലവിളിക്കുകയും പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. They may shout for help. Oh, here is a thief, here is a thief. സഹായത്തിനായിട്ട് അവരെ നിലവിളിക്കുകയൊക്കെ ചെയ്യും. But if I come to know the Lord Jesus Christ, എന്നാൽ കർത്താവിനെ കണ്ടുമുട്ടുകയാണെങ്കിൽ and say to him that, Lord, I am a sinner. ഞാനൊരു പാപിയാണ് എന്ന് അവനോട് പറയുകയാണെങ്കിൽ, I am a wretched sinner. ഞാനൊരു കൊടും പാപിയാണ് എന്ന് പറയുകയാണെങ്കിൽ, He will forgive our sins and make us a new creation. നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് നമ്മളെ ഒരു പുതിയ സൃഷ്ടിയാക്കി അവൻ മാറ്റും. He will not despise you. നമ്മളെ ഒരിക്കലും അവൻ തള്ളിക്കളയുകയില്ല. He will accept as we are. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ അവൻ നമ്മെ അംഗീകരിക്കും. That's what happened in my life in 2011. ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. And I also want to present you, my dear friend, that there is other person who stretched out his mouth for you. Pardon? There is also other one who stretched out his mouth. Yes. Let's go to Isaiah chapter 5 verse 14. അഞ്ചാം അധ്യായം 16 നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. Therefore Sheol has enlarged its appetite and opened its mouth beyond measure on the nobility of Jerusalem, and her multitude will go down, her revelers, and he who exults in her. Isaiah 5:14. യെശയ്യാ പ്രവചനം 5:14. അതുകൊണ്ട് പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വായ് പിളർന്നിരിക്കുന്നു. അവരുടെ മഹിമയും ആരവവും ഘോഷവും അവയിൽ ഉല്ലസിക്കുന്നവരും അതിലേക്ക് ഇറങ്ങിപ്പോകുന്നു. Christ has stretched his arms for you, but on the other side, Sheol enlarged its mouth to devour you and to separate you from God eternally. കർത്താവ് നിങ്ങളെ അവന്റെ അടുക്കിലേക്ക് ചേർക്കുവാനായിട്ട് കരങ്ങൾ നീട്ടിയിരിക്കുകയാണ്. എന്നാൽ അതേസമയം പാതാളം തൊണ്ട തുറന്ന് വിസ്താരമായി വാ പിളർന്നിരിക്കുന്നു, അതിലേക്ക് ആളുകളെ വലിച്ചെടുക്കുവാനായിട്ട്. Christ is there to accept us as we are and secure eternally. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവ് നമ്മെ അംഗീകരിക്കുകയും അവൻ നമുക്ക് നിത്യജീവൻ നൽകുകയും ചെയ്യും. So my dear friend, it's your choice. പ്രിയമുള്ളവരെ, ആ തെരഞ്ഞെടുപ്പ് ഇന്ന് നിങ്ങളുടേതാണ്. This is the greatest good news that we could bring to your notice, that here is a Christ who can accept you as you are and make you a new creation.
നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കുവാൻ കഴിയുന്നവരാണ് കർത്താവായ യേശുക്രിസ്തു. അതാണ് ഏറ്റവും വലിയ നല്ല വർത്തമാനം, നല്ല വാർത്ത എന്ന് പറയുന്നു. So, if you are not yet believe in Christ, this is the right time. കർത്താവിനെ നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ ഇതാണ് ഏറ്റവും നല്ല അവസരം. And now I want to take you to the other portion of the scriptures from Isaiah, where what Christ can do in our lives. യെശയ്യാ പ്രവചനത്തിൽ നിന്ന് തന്നെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ കർത്താവ് എന്ത് നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് കഴിയും എന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. Isaiah chapter 9 verse 6. യെശയ്യാ പ്രവചനം 9:6. Yes, brother, you can read. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. This portion of the scriptures is about the true king of coming, the true king of Israelites. ഇസ്രായേൽ മക്കളുടെ യഥാർത്ഥ രാജാവിനെ കുറിച്ചുള്ള വിവരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. There were many wicked kings like Ahab and many, but here is a true king that is going to reign over Israelites for ages to come. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അനേക ദുഷ്ടരാജാക്കന്മാരുണ്ട്. എന്നാൽ ഇസ്രായേലിനെ ഭരിക്കുന്ന യഥാർത്ഥ രാജാവ്, എന്നേക്കുമായി ഭരിക്കുന്ന രാജാവിനെ കുറിച്ചാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. By the way, what are the attributes of the true king? ഈ യഥാർത്ഥ രാജാവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? Otherwise, what are the attributes of the king that who stretched out his arms for me? എനിക്ക് നേരെ കരങ്ങളെ നീട്ടിയ ആ രാജാവിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? He is a wonderful counselor. അവൻ അത്ഭുത മന്ത്രി. He is a mighty God. അവൻ വീരനാം ദൈവം. He is everlasting Father. അവൻ നിത്യപിതാവ്. He is a Prince of Peace. അവൻ സമാധാന പ്രഭു. I would like to bring to your notice that the Lord has been my wonderful counselor, guiding me step by step every day. എന്നെ എല്ലാ ദിവസവും വഴി നടത്തിയ അത്ഭുത മന്ത്രിയാണ് എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്ന് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കും. He is a wonderful counselor. അദ്ദേഹം അത്ഭുത മന്ത്രിയാണ്. And he has been mighty God, giving me strength to face battles. അതേസമയം നമ്മുടെ ജീവിതത്തിലെ യുദ്ധങ്ങളെ ജയിക്കുവാൻ നമ്മെ സഹായിക്കുന്ന വീരനാം ദൈവവും ആണ്. And he strengthened me in all the battles, physically, emotionally, mentally, spiritually, and he hid me under his shadow. തൻ്റെ ചിറകിന്റെ നിഴലിന് കീഴിൽ എന്നെ മറച്ച് എൻ്റെ എല്ലാ പ്രതിസന്ധികളിലും തരണം ചെയ്യുവാനായിട്ട് എന്നെ സഹായിച്ച വീരനാം ദൈവമാണ് കർത്താവായ യേശുക്രിസ്തു. He has been my everlasting Father. കർത്താവ് എൻ്റെ നിത്യ പിതാവാണ്. Pouring out his never-ending love upon me. Even though I lost my father in 4th standard, but I realized how gracious God we have in our lives, who is everlasting. 4ാം ക്ലാസ്സിൽ എൻ്റെ പിതാവ് എനിക്ക് നഷ്ടമായതിനാൽ ആ പിതാവിൽ നിന്ന് ലഭിക്കാത്ത സ്നേഹം എല്ലാം കർത്താവ് എനിക്ക് നൽകി എനിക്ക് നിത്യ പിതാവായി തീർന്നിരിക്കും. And his never-ending love strengthened me in all the pain, rejection, and in all the struggles of every phase in the life. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളുടെ മധ്യേ അവൻ നിത്യപിതാവായിരുന്നു കൊണ്ട് എന്നെ പരിപാലിച്ചു. He has been my Prince of Peace. അവൻ എൻ്റെ സമാധാന പ്രഭുവാണ്. Reconciling me to God and filling my heart with a wonderful joy. വലിയ സന്തോഷത്താൽ കർത്താവ് എൻ്റെ ഹൃദയത്തെ നിറച്ചിരിക്കുന്നു. So my dear friends, my dear family of God, this night I'd like to bring this message to you. പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം, ഈ സവിശേഷതകൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്.
as the best, as the wonderful counselor, he has the best ideas for you and best strategies for you. Do you follow? അത്ഭുത മന്ത്രി എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ചുള്ള ഏറ്റവും നല്ല പദ്ധതികൾ കർത്താവിന്റെ പക്കലുണ്ട്. He has best ideas for you. Let's follow him. കർത്താവ് നിങ്ങളെ വഴി നടത്തും. അതുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക. Let's come to the Lord and say, Lord, here I am, willing to hear your voice and follow as you say. കർത്താവെ, നിന്റെ ശബ്ദം കേട്ട് നിന്നെ അനുഗമിക്കുവാനായിട്ട് ഞാൻ തയ്യാറാണ് എന്ന് കർത്താവിനോട് നമുക്ക് പറയാം. As the mighty God, he defeats his enemies easily. No one can stand in front of him. വീരനാം ദൈവം എന്ന നിലയിൽ തന്റെ ശത്രുക്കളെ എല്ലാം അവൻ പരാജയപ്പെടുത്തും. He defeats everyone. Let's come and hide under him to battle with, to fight with every enemy and in every battle. നമ്മുടെ ജീവിതത്തിലെ ആ യുദ്ധങ്ങളുടെ നിമിഷങ്ങളിൽ ഈ വീരനാം ദൈവത്തിന്റെ പിന്നാലെ നമുക്ക് കടന്നു വരാം. അവൻ നമുക്ക് വേണ്ടി യുദ്ധങ്ങളെ വിജയിക്കും. Can you please come and hide under him? He can fight for you. കർത്താവിന്റെ ചിറകടിയിൽ നാം വരുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പോരാടും. And as an everlasting Father, നിത്യപിതാവ് എന്ന നിലയിൽ he loves us endlessly. എന്നെ നിത്യമായി അവൻ സ്നേഹിക്കുന്നു. Do not get disappointed. Let's come and enjoy his love in all the situations of the life. നിരാശപ്പെട്ടു പോകേണ്ട കാര്യമല്ല. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. As the Prince of Peace, സമാധാന പ്രഭു എന്ന നിലയിൽ he reconciles us while we are still his enemies. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ അവൻ നമ്മെ സ്നേഹിച്ചു. He reconciled both heaven and the earth. പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവത്തോട് അവൻ നമ്മെ നിരപ്പിച്ചു. He reconciled Gentiles and Jews through his cross. യഹൂദന്മാരെയും യവനന്മാരെയും ക്രൂശിലൂടെ അവൻ ഒരുമിപ്പിച്ചു. He brought peace between heaven and earth, and he brought peace among the people. ദൈവ മക്കളുടെ മധ്യ അവൻ സമാധാനം കൊണ്ടുവന്നു. Because he is the Prince of Peace. കാരണം അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. Let's welcome his dominion. ദൈവത്തിന്റെ വാഴ്ചയെ നമുക്ക് സ്വാഗതം ചെയ്യാം. Let's come to him and say that, like, you are my Lord. കർത്താവേ, നീ എന്റെ ദൈവമാണ് എന്ന്, കർത്താവാണ് എന്ന് അവനോട് നമുക്ക് പറയാം. Truly you are my Lord. വാസ്തവമായും അങ്ങന്റെ കർത്താവാണ്. Be my Lord and rule over me, Lord. എന്റെ കർത്താവായിരുന്നു കൊണ്ട് എന്റെ മേൽ ഭരണം നടത്തണമേ. May the dear Lord bless these thoughts for his glory. I thank the Lord for this wonderful opportunity, and dear brother Santosh and team, and thank you dear brother Finney for the wonderful translation. Thank you so much. Thank you all. ഈ വചനങ്ങളാല് ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടെ പ്രത്യേകിച്ച് ഈ കാൽവറിനാഥ മിനിസ്ട്രിയോടും അതിന്റെ ചുമതലപ്പെട്ടവരോടൊക്കെ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. So pray for me that I may serve the Lord faithfully and steadfastly, and I'm not married, and we are praying for the Lord's guidance currently. Thank you. എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ വിവാഹിതനല്ല. ആ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ചുകൊള്ളും. Thank you so much. Thank you. Praise the Lord. Thank you, Daniel Venkatesh brother, for your wonderful and blessed testimony, and also the short message from the Word of God. And thank you, Finney John, for അനുഗ്രഹീതമായ ഒരു വിവർത്തനം ചെയ്തതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ ദൈവകൃപയോടെയാണ് നാം ദൈവസന്നിധിയിൽ ഇരുന്നത്. കർത്താവിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിന് എതിരെ പ്രവർത്തിച്ച ഒരാളെ കർത്താവ് തന്റെ സ്നേഹത്താൽ തന്റെ മാറോട് ചേർത്ത് പിടിച്ച ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ലൈഫ് ടെസ്റ്റിമണി തീർച്ചയായിട്ടും കർത്താവിന്റെ ദാസനെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനിയും വലിയ കാര്യങ്ങൾ കർത്താവിന്റെ ദാസനിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമാണ്. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഇനിയും ഉയർത്തും. ഞാൻ ഓർക്കുകയായിരുന്നു,
കർത്താവിന് വേണ്ടി അരയും തലയും മുറുക്കി ഇറങ്ങുവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ കൊണ്ട് കർത്താവ് എന്തൊക്കെ ചെയ്യും എന്നുള്ളത് ഇനിയും നാം കാണേണ്ടിയിരിക്കും. അങ്ങനെയുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ കുടുംബമോ കുടുംബ മഹിമയോ അല്ലെങ്കിൽ പാരമ്പര്യമോ ഒന്നും പറയാനില്ല. പക്ഷെ കർത്താവിനെ മാത്രം സ്നേഹിച്ച് നാളിതുവരെ അനേക വിജയങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ഇപ്പോഴും കർത്താവിന് വേണ്ടി നിൽക്കുന്ന ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമുക്കൊരു വെല്ലുവിളിയാകട്ടെ, ഒരു ഉത്തേജനമാകട്ടെ, പ്രാർത്ഥനയ്ക്ക് ഒരു മുഖാന്തരമായി തീരട്ടെ. ദൈവം കർത്താവിന്റെ ദാസനെ മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ. നാം എല്ലാം അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ വളരെ അനുഗ്രഹീതമായിട്ട് വിവർത്തനം ചെയ്യുവാൻ കർത്താവിന്റെ ദാസന് ദൈവം കൃപ നൽകി. പ്രിയാഭിനീപറിനുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. കാൽവരിനാഥം മിനിസ്ട്രിയെ നിങ്ങൾ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യ പ്രോഗ്രാമുകളും പ്രഭാത സന്ദേശങ്ങളും പല ഭാഷയിലുള്ള സന്ദേശങ്ങളും അനുഗ്രഹമാകുന്നു എന്ന് അറിയാനിടയാകുന്നുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ആ അഭിപ്രായങ്ങൾ കേൾക്കാനിടയാകുമ്പോൾ ഹൃദയം നന്ദി കൊണ്ട് നിറയാണ്. തീർച്ചയായിട്ടും ഈ മിനിസ്ട്രിയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ നാം ഇതുവരെയും വളരെ ദൈവകൃപയോടെ നാം ദൈവസന്നിധിയിലായിരിക്കായിരുന്നു. സകല മഹത്വവും നന്ദിയും ദൈവത്തിന് നൽകുകയാണ്. ദൈവിക സാന്നിധ്യത്തിന് മുമ്പിലാണ് നാം ആയിരുന്നത്. നാം കേട്ടതുപോലെ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതെത്ര പ്രതിസന്ധികൾ വന്നാലും നമ്മെ തന്നെ കർത്താവിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പണത്തോടെ കർത്താവിന് വേണ്ടി നിൽപ്പാൻ ഈ അന്ത്യകാലഘട്ടത്തിലും കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ ശുശ്രൂഷ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിന്റെ ദാസൻ തോമസ് എബ്രഹാം അറ്റ്ലാന്റ അവറുകളെ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. Our loving Heavenly Father, we thank Thee and praise Thee for Thou hast enabled us to gather together in this Zoom meeting. Thou hast kept us last week spiritually and physically. We thank You for Thou hast enabled to sing a good songs by Janice Moll. And we thank You, O Lord, for the testimony of Brother Daniel, Dr. Daniel Venkatesh Dallas. Thank You for Thou hast saved him from Hindu background. He could understand and believe in the Lord Jesus Christ, who is indeed the Savior of the world. Not only he, but his whole family could come to the Lord. It is all the plan and purpose of eternal God. Thank Thee, O Lord. We commit Brother Daniel Venkatesh unto Thy hands. Help and bless him, so that he may be profitable to many in the days to come. Help us to grow in the knowledge of the Word of God. We are praying for the ministry of this Calvary Nadam, and thank Thee for the organizer, Evangelist Santosh Matthew, and the coordinator, Brother Mammon Kurian. We thank You for this episode 160. Let them continue to organize this ministry. Oh Lord, thank You for helping Finney brother for translation. We pray all this in the holy name of our Lord Jesus Christ. Amen. The grace of our Lord Jesus Christ and the love of our Father, our God Father, and the communion of the Holy Spirit be with us, and especially with Brother Daniel Venkatesh, always. Amen.